ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കത്തില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ഫ്ലവർ പോട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പം വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, അതിനൊപ്പം തന്നെ ഒരു 1/4 കപ്പും കൂടെ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ 1/4 കപ്പിൻ്റെ കൂടെ ഒരു ഇത്തിരി, അതായത് ഒരു 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഒരു പോട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചപ്പാത്തി പൂരിയൊക്കെ കുഴക്കുന്ന അതേ ഇതിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. എന്നിട്ട് നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ അതേ പൂരിയുടെ ഒരു വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ പുറകിലേക്ക്, അതൊരു വീഡിയോ ആയിട്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, പുറകിലേക്ക് ഒരു ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പൂരി എടുത്ത് ഇങ്ങനെ കമിഴ്ത്തി ഒരു ഗ്ലാസ് രൂപത്തിലാക്കുക കേട്ടോ. എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇട്ടിട്ട് കൈയൊക്കെ സൂക്ഷിച്ചിട്ട് വേണം, പൊള്ളിക്കരുത്. എന്നിട്ട് ആ എണ്ണയിലേക്കൊന്ന് മുക്കി പിടിച്ചാൽ മതി. തന്നെ ആ ഒരു കപ്പ് ഊരി വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഊരി വരും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പോട്ട് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾ കോൺഫ്ലവർ തീർച്ചയായിട്ടും പൊടി കുഴക്കുന്ന സമയത്ത് ചേർക്കണം കേട്ടോ. അപ്പം ഗ്ലാസ്സൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുക. കൈയൊന്നും പൊള്ളിച്ചിട്ട് വെറുതെ ഇടങ്ങേറിലാവരുത്. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം ഇങ്ങനെ ഒന്ന് നമുക്ക് എത്ര പൂരിയാണോ നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പുതിന ചമ്മന്തി ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, ചീസ് ഉണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പോട്ടൊക്കെ കറക്റ്റായിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ്, അതെല്ലാത്തിലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുതിന ചമ്മന്തിന് പുതിന, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് കേട്ടോ ചമ്മന്തി. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് മയോണീസ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. മയോണീസൊക്കെ ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് ഒരു ചെറിയ പീസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ടൊമാറ്റോ. ഇത് ഫില്ലിങ് എത്രത്തോളം നിറച്ച് ഫില്ല് ചെയ്യുന്നു അത്രയും കഴിക്കാനായിട്ട് ടേസ്റ്റ് ആട്ടോ. ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.